ഹായ് സ്റ്റുഡൻസ്, എല്ലാ +1 വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി എക്കണോമിക്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ ചാപ്റ്റർ 8 ആണ്. ഇൻഫ്രാസ്ട്രക്ചർ, പശ്ചാത്തല സൗകര്യം, അടിസ്ഥാന സൗകര്യം എന്ന ചാപ്റ്ററാണ്. ഇതിൻ്റെ പാർട്ട് 1 കഴിഞ്ഞു. പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് വാട്ട് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ, എന്തായിരുന്നു പശ്ചാത്തല സൗകര്യം എന്നതും, പശ്ചാത്തല സൗകര്യങ്ങളുടെ 2 തരംതിരിവ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, സാമ്പത്തിക സാമൂഹിക പശ്ചാത്തല സൗകര്യങ്ങളും, മൂന്നാമതായിട്ട് റെലവൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യം അഥവാ പശ്ചാത്തല സൗകര്യങ്ങളുടെ പ്രസക്തിയും, കൂടാതെ സ്റ്റേറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അവസ്ഥ അഥവാ ഇന്ത്യയിലെ പശ്ചാത്തല സൗകര്യങ്ങളുടെ അവസ്ഥ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എനർജി അഥവാ ഊർജം എന്ന ഭാഗമാണ്. ഓക്കെ, ഊർജം അഥവാ എനർജി നമുക്കറിയുന്ന കാര്യമാണ്. ഏതൊരു രാജ്യത്തിൻ്റെയും വികസന പ്രക്രിയയിൽ നിർണായക ഘടകമാണ് ഊർജം. കൃഷിക്കും വ്യവസായത്തിനും അത്യാവശ്യമായ ഒന്നാണ് ഊർജം. കൂടാതെ വീടുകളിലെ പാചക ആവശ്യത്തിനും വെളിച്ചത്തിനും നമുക്ക് ഊർജം ആവശ്യമാണ്. അപ്പോൾ ഒരു രാജ്യത്ത് പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന സൗകര്യമായി കണക്കാക്കുന്ന ഒന്നാണ് ഊർജം അഥവാ എനർജി എന്നത്. ഓക്കെ, എനർജി ഈസ് എ ക്രൂഷ്യൽ ഫാക്ടർ ഇൻ ദി ഡെവലപ്മെൻറ്റ് പ്രോസസ് ഓഫ് എ കൺട്രി. എനർജി ഈസ് essential for agriculture and industry. Energy is needed for cooking and lighting in our homes. Okay, ഇനി അടുത്ത ഹെഡിങ് ആണ് ഊർജത്തിൻ്റെ സ്രോതസ്സുകൾ, സോഴ്സസ് ഓഫ് എനർജി. ഓക്കെ, അപ്പോൾ ഊർജത്തിൻ്റെ സ്രോതസ്സുകളെ 2ആയി തരംതിരിക്കാം. എനർജി സോഴ്സസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു 2. അപ്പോൾ ഊർജ സ്രോതസ്സുകളുണ്ട്, ഊർജത്തിൻ്റെ ഉറവിടങ്ങളുണ്ട്. ഈ ഉറവിടങ്ങളെ 2ആയിട്ടാണ് തരംതിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സോഴ്സാണ് വാണിജ്യ ഊർജം, കൊമേഴ്സ്യൽ എനർജി. ഓക്കെ, ഇനി കൊമേഴ്സ്യൽ എനർജി എന്ന് പറഞ്ഞാൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഊർജമാണ് കൊമേഴ്സ്യൽ എനർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതലായും ഉപയോഗപ്പെടുത്തുന്ന എന്ന് പറഞ്ഞാൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഊർജമാണ് വാണിജ്യ ഊർജം, കൊമേഴ്സ്യൽ എനർജി. ഓക്കെ, ഇനി അതിൻ്റെ ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പ്രകൃതി വാതകം, വൈദ്യുതി തുടങ്ങിയവ. ഇപ്പോൾ കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പ്രകൃതി വാതകം, വൈദ്യുതി എല്ലാം വാണിജ്യ ഊർജമാണ്. ഇവയെല്ലാം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഊർജമാണ്. അപ്പോൾ ആദ്യത്തെ തരംതിരിവാണ് വാണിജ്യ ഊർജം എന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് ദി എനർജി ദാറ്റ് ബൈസ് ആൻഡ് സെൽസ്. എക്സാമ്പിൾ കോൾ, പെട്രോളിയം പ്രൊഡക്ട്സ്, നാച്ചുറൽ ഗ്യാസ്, ഇലക്ട്രിസിറ്റി എക്സെട്ര. ഓക്കെ, ഇനി രണ്ടാമത്തെ ഊർജത്തിൻ്റെ സ്രോതസ്സാണ് വാണിജ്യേതര ഊർജം, നോൺ കൊമേഴ്സ്യൽ എനർജി. രണ്ടാമത്തെ ഊർജത്തിൻ്റെ സ്രോതസ്സാണ് വാണിജ്യേതര ഊർജം, നോൺ കൊമേഴ്സ്യൽ എനർജി എന്ന് പറഞ്ഞാൽ വാണിജ്യ ഊർജമല്ലാത്തത്. ഓക്കെ, അപ്പം വാണിജ്യേതര ഊർജം എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്ന് അഥവാ വനങ്ങളിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ഊർജ ഉറവിടങ്ങളെയാണ് വാണിജ്യേതര ഊർജം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വിൽക്കാനോ വാങ്ങാനോ അല്ല. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് അഥവാ വനങ്ങളിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ഊർജ ഉറവിടങ്ങളാണ് വാണിജ്യേതര ഊർജം.
ഓക്കെ, അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ഉപയോഗിക്കുന്ന വിറകുകൾ, കാർഷിക അവശിഷ്ടങ്ങൾ, ഉണങ്ങിയ ചാണകം തുടങ്ങിയവ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിലൊക്കെ കൂടുതൽ ആളുകളും ഭക്ഷണം പാകം ചെയ്യുക വിറക് കത്തിച്ചിട്ടായിരിക്കും. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലൊക്കെ ഭക്ഷണം പാകം ചെയ്യുന്നത് അവർ വിറകിനേക്കാൾ കൂടുതൽ ചാണകം ഉണക്കിയിട്ട് അത് കത്തിച്ചിട്ടാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രകൃതിയിൽ നിന്ന് അഥവാ വനങ്ങളിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ഊർജ്ജ ഉറവിടങ്ങളാണ് വാണിജ്യേതര ഊർജ്ജം. ഉദാഹരണം വിറക്, കാർഷിക അവശിഷ്ടങ്ങൾ, ഉണങ്ങിയ ചാണകം തുടങ്ങിയവ. ദീസ് ആർ സോഴ്സസ് ഓഫ് എനർജി ദാറ്റ് കം ഡയറക്ട്ലി ഫ്രം നേച്ചർ ഓർ ഫോറസ്റ്റ്സ്. ഓക്കെ, എക്സാമ്പിൾ ഫയർവുഡ്, അഗ്രികൾച്ചറൽ വേസ്റ്റ്, ഡ്രൈ ഡങ്ക് എക്സെട്ര. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് ആണ് പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ ഊർജ സ്രോതസ്സുകൾ. പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ ഊർജ സ്രോതസ്സുകൾ. കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഊർജത്തെ രണ്ടായിട്ട് വിഭജിച്ചിരുന്നു, വാണിജ്യോർജ്ജവും വാണിജ്യേതര ഊർജ്ജവും. വീണ്ടും ഊർജത്തെ രണ്ടായിട്ട് വീണ്ടും വിഭജിച്ചിരിക്കുകയാണ്. അതായത് പരമ്പരാഗത ഊർജമെന്നും പാരമ്പര്യേതര ഊർജമെന്നും. കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. എനർജി ഈസ് again divided into two categories, that is conventional and non-conventional energy. ഓക്കെ, ഇനി പരമ്പരാഗത ഊർജം കൺവെൻഷണൽ എനർജിയെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ രണ്ടെണ്ണമാണ്. ഒന്ന് കൺവെൻഷനലും നോൺ കൺവെൻഷനലും. പരമ്പരാഗത ഊർജ്ജവും പാരമ്പര്യേതര ഊർജ്ജവും. അതിൽ പരമ്പരാഗത ഊർജ്ജം അഥവാ കൺവെൻഷണൽ എനർജിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പരമ്പരാഗത ഊർജ്ജം കൺവെൻഷണൽ എനർജി എന്താണെന്ന് വെച്ചാൽ പരമ്പരാഗത ഊർജം കൂടുതലും പുതുക്കാനാവാത്തതും മലിനീകരണത്തിന് കാരണമാകുന്നതുമാണ്. ഓക്കെ, അതായത് പരമ്പരാഗത ഊർജം പുതുക്കാൻ കഴിയാത്തതും മലിനീകരണത്തിന് കാരണമാകുന്നതുമാണ്. ഉദാഹരണം കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വൈദ്യുതി തുടങ്ങിയവ. കൺവെൻഷണൽ എനർജീസ് ആർ ലാർജ്ലി നോൺ റിന്യൂവബിൾ ആൻഡ് കോസ് പൊല്യൂഷൻ. എക്സാമ്പിൾ കോൾ, പെട്രോളിയം പ്രൊഡക്ട്സ്, ഇലക്ട്രിസിറ്റി എക്സെട്ര. അതായത് പുതുക്കാനാവാത്തത് എന്ന് പറഞ്ഞാൽ അതായത് ഈ വിഭവങ്ങളെല്ലാം, ഈ ഊർജ രൂപങ്ങളെല്ലാം ഉപയോഗിച്ചാൽ തീർന്നു പോകും. ഇപ്പോൾ കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകും. ഇത് പുതുക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഊർജങ്ങളെ വിളിക്കുന്ന പേരാണ് പരമ്പരാഗത ഊർജം, കൺവെൻഷണൽ എനർജി. ഇത്തരം ഉൽപ്പന്നങ്ങളാണ്, ഇത്തരം ഊർജങ്ങൾ ഉപയോഗിക്കുന്നതാണ് മലിനീകരണം ഉണ്ടാക്കുന്നത്. കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ പരമ്പരാഗത ഊർജം എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചാൽ തീർന്നു പോകും, പുതുക്കാനാവാത്തതും കൂടാതെ മലിനീകരണം ഉണ്ടാക്കുന്നതുമാണ്. എക്സാമ്പിൾ കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ. ഓക്കെ, ഇനി രണ്ടാമത്തേതാണ് പാരമ്പര്യേതര ഊർജം, നോൺ കൺവെൻഷണൽ എനർജി. ഓക്കെ, പാരമ്പര്യേതര ഊർജം എന്ന് പറഞ്ഞാൽ പുനരുൽപ്പാദിപ്പിക്കാനാവുന്നതും പുതുക്കാനാവുന്നതും മിക്കവാറും മലിനീകരണം കുറയ്ക്കുന്നതുമായ ഊർജമാണ് പാരമ്പര്യേതര ഊർജം. ഓക്കെ, പുനരുൽപ്പാദിപ്പിക്കാനാവുന്നതും എന്ന് പറഞ്ഞാൽ പുതുക്കാൻ കഴിയുന്നതും മിക്കവാറും മലിനീകരണം കുറയ്ക്കുന്നതുമായ ഊർജമാണ് പാരമ്പര്യേതര ഊർജം. ഓക്കെ, ഉദാഹരണം സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലകളിൽ നിന്നുള്ള ഊർജം തുടങ്ങിയവ. നോൺ കൺവെൻഷണൽ എനർജീസ് ആർ റിന്യൂവബിൾ ആൻഡ് നിയർലി പൊല്യൂഷൻ ഫ്രീ. ഓക്കെ, എക്സാമ്പിൾ സോളാർ എനർജി, വിൻഡ് എനർജി, വേവ് എനർജി എക്സെട്ര. ഓക്കെ, അതായത് പാരമ്പര്യേതര ഊർജം എന്ന് പറഞ്ഞാൽ ഇത്തരം ഊർജ വിഭവങ്ങൾ അല്ലെങ്കിൽ ഊർജ സ്രോതസ്സുകൾ എത്ര ഉപയോഗിച്ചാലും തീരൂല, അപ്പം പുതുക്കാൻ കഴിയുന്നതാണ്.
ഓക്കെ, ഇത് മലിനീകരണം ഉണ്ടാക്കുകയുമില്ല. ഇങ്ങനെയുള്ള ഊർജ്ജ രൂപമാണ് പാരമ്പര്യേതര ഊർജ്ജം. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞു സൗരോർജ്ജം, സൂര്യൻ്റെ ഊർജ്ജം. നമുക്ക് സൂര്യൻ ഉള്ളിടത്തോളം കാലം സൂര്യൻ്റെ ഊർജ്ജം ഉപയോഗപ്പെടുത്താൻ സാധിക്കും. എത്ര ഉപയോഗിച്ചാലും അത് തീരില്ല. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത് നമുക്കറിയാം. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാൻ കാറ്റുള്ളിടത്തോളം കാലം വൈദ്യുതി ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ കാറ്റ് എത്ര ഉപയോഗിച്ചാലും തീരില്ല. ഓക്കെ, തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കുക. അപ്പോൾ തിരമാലകൾ ഉള്ളിടത്തോളം കാലം ആ തിരമാലകൾ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇതൊന്നും ഒരിക്കലും മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ പാരമ്പര്യേതര ഊർജം, നോൺ കൺവെൻഷണൽ എനർജി എന്ന് പറഞ്ഞാൽ പുതുക്കാൻ പറ്റുന്നതും പുതുക്കാൻ ആവുന്നതും പുനരുൽപ്പാദിപ്പിക്കാനാവുന്നതും മലിനീകരണം കുറയ്ക്കുന്നതുമായ ഊർജമാണ് പാരമ്പര്യേതര ഊർജങ്ങൾ. ഓക്കെ, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലകളിൽ നിന്നുള്ള ഊർജം തുടങ്ങിയവ. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. വാണിജ്യോർജ്ജം, വാണിജ്യേതര ഊർജ്ജം, പാരമ്പര്യ ഊർജ്ജം, പാരമ്പര്യേതര ഊർജ്ജം, ഇതിന് ഉദാഹരണം എഴുതുക എന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം, പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് ആണ് വാണിജ്യ ഊർജ്ജത്തിൻ്റെ ഉപഭോഗ ഘടന, കൺസംഷൻ പാറ്റേൺ ഓഫ് കൊമേഴ്സ്യൽ എനർജി. ഓക്കെ, ഇനി കൺസംഷൻ പാറ്റേൺ ഓഫ് കൊമേഴ്സ്യൽ എനർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രമാത്രം വാണിജ്യ ഊർജ്ജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, വാണിജ്യ ഊർജ്ജം നമ്മൾ ഉപയോഗിക്കുന്നത് 74%. വാണിജ്യേതര ഊർജ്ജം എന്ന് പറഞ്ഞാൽ വിറക്, ഉണങ്ങിയ ചാണകം, കാർഷിക അവശിഷ്ടങ്ങൾ, ഇതൊക്കെയാണ് വാണിജ്യേതര ഊർജ്ജം. അത് ഉപയോഗിക്കുന്നത് 26%. അപ്പം 74% വാണിജ്യ ഊർജ്ജവും 26% വാണിജ്യേതര ഊർജ്ജവുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി വാണിജ്യ ഊർജ്ജത്തിൽ കൽക്കരിയാണ് ഏറ്റവും കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്നത്. അത് 54%. ഓക്കെ, കോൾ 54%, 54%. പെട്രോളിയം നമ്മൾ ഉപയോഗിക്കുന്നത് 33%. പെട്രോളിയം നമ്മൾ ഉപയോഗിക്കുന്നത് 33%. ഓക്കെ, പ്രകൃതി വാതകം, നാച്ചുറൽ ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുന്നത് 10%. 10% നാച്ചുറൽ ഗ്യാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജലവൈദ്യുതി, ഹൈഡ്രോ എനർജിയായി നമ്മൾ ഉപയോഗിക്കുന്നത് 3%. 3%. ഓക്കെ, അപ്പോൾ വാണിജ്യ ഊർജ്ജമാണ് നമ്മൾ 74% ഉപയോഗിക്കുന്നത്. ഈ വാണിജ്യ ഊർജ്ജത്തിൽ കൽക്കരി, കോൾ 54%, പെട്രോളിയം 33%, കൂടാതെ പ്രകൃതി വാതകം, നാച്ചുറൽ ഗ്യാസ് എന്നത് 10%, 10%, ജലവൈദ്യുതി, ഹൈഡ്രോ എനർജി 3%മാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി വാണിജ്യേതര ഊർജ്ജം നമ്മൾ നേരത്തെ പറഞ്ഞു, അത് 26%. വാണിജ്യേതര ഊർജ്ജം ഉപയോഗിക്കുന്നത്, വാണിജ്യേതര ഊർജ്ജം പറഞ്ഞാൽ ഉണങ്ങിയ ചാണകം, കാർഷിക അവശിഷ്ടങ്ങൾ, വിറക് തുടങ്ങിയവയാണ്. ഫയർവുഡ്, ഡ്രൈ ഡഗ് ആൻഡ് അഗ്രികൾച്ചറൽ വേസ്റ്റ്, ഇവയെല്ലാം കൂടി 26%മാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് ആണ് വൈദ്യുതോർജ്ജം, പവർ അഥവാ ഇലക്ട്രിസിറ്റി. വൈദ്യുതോർജ്ജം എന്നതാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ആധുനിക സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ വികസിപ്പിക്കപ്പെട്ട ഊർജ രൂപമാണ് വൈദ്യുതോർജ്ജം. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനം നിശ്ചയിക്കുന്നതിൽ നിർണായക സ്ഥാനമുള്ള ഒരു പശ്ചാത്തല സൗകര്യമാണ് വൈദ്യുതി. വൈദ്യുതിയുടെ ആവശ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് GDPയുടെ വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്നതാണ്. അതായത് ഇന്ന് ഒരു രാജ്യത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെയും മറ്റു രാജ്യത്തിൻ്റെയും
വളർച്ച വൈദ്യുതിയെ ആശ്രയിച്ചിരിക്കുന്നു. വൈദ്യുതി ഇല്ലാത്ത ഒരു ജീവിതം നമുക്കിന്ന് സങ്കല്പിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ആധുനിക സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ വികസിപ്പിക്കപ്പെട്ട ഒരു ഊർജ്ജ രൂപമായിട്ട് കണക്കാക്കുന്നതാണ് വൈദ്യുതി എന്നത്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു പശ്ചാത്തല സൗകര്യമാണ് വൈദ്യുതി. ഇനി വൈദ്യുതിയുടെ വളർച്ച എന്നുള്ളത് നമ്മുടെ GDPയുടെ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ വളർച്ചയേക്കാൾ ഉയർന്നതായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇലക്ട്രിസിറ്റി ഈസ് ദി മോസ്റ്റ് ഡെവലപ്ഡ് ഫോം ഓഫ് എനർജി ഇൻ മോഡേൺ കൾച്ചർ. Electricity is an infrastructure that plays a crucial role in determining the economic development of a country. The growth rate of electricity demand is higher than the growth rate of GDP. Okay? അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഊർജ്ജരൂപമാണ് വൈദ്യുതി എന്നത്. വൈദ്യുതി ഇല്ലാതെ ഒരു രാജ്യത്തിൻ്റെ വളർച്ച സാധ്യമല്ല. കൂടാതെ വൈദ്യുതിയുടെ ആവശ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ GDPയുടെ രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ വളർച്ചാ നിരക്കിനേക്കാൾ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ GDPയുടെ വളർച്ചാ നിരക്കിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്തതായി പറയുന്നത് ഇന്ത്യയിൽ വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട വൈദ്യുതിയുടെ ഒരു കണക്കാണ് താഴെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട വൈദ്യുതിയുടെ കണക്കാണ് താഴെ കൊടുക്കുന്നത്. ഇത് 2016 കണക്കനുസരിച്ചാണ് പറയുന്നത്. ദ ഫോളോയിങ് ആർ ദി ക്വാണ്ടിറ്റീസ് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഇൻ ഇന്ത്യ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് അക്കോർഡിംഗ് ടു 2016. 2016 കണക്കനുസരിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ താപവൈദ്യുതി നമ്മൾ ഉണ്ടാക്കുന്നത് 67%. അതായത് തെർമൽ പവർ 67%. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 67% തെർമൽ പവറാണ്, താപവൈദ്യുതിയാണ്. താപവൈദ്യുതി കൂടുതലും ഉണ്ടാക്കുന്നത് കൽക്കരി കത്തിച്ചിട്ടാണ്. ചില ഡീസൽ പ്ലാന്റുകളും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചിട്ടും ഈ താപവൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും കൂടുതലും കൽക്കരി ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയിൽ താപവൈദ്യുതി ഉണ്ടാക്കുന്നത്. അത് 67%. തെർമൽ പവർ 67%. ഓക്കെ, ഇനി അടുത്താണ് ജലവൈദ്യുതി. ജലത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുക, ഹൈഡ്രോ പവർ. അത് 13.60%. 13.60%. ഓക്കെ, ഇനി ആണവ വൈദ്യുതി. നമുക്കറിയാം ന്യൂക്ലിയർ പവർ എന്ന് പറഞ്ഞാൽ അണുബോംബ് ഉണ്ടാക്കുന്ന യുറേനിയം ഉപയോഗിച്ചിട്ടാണ് ഈ വൈദ്യുതി ഉണ്ടാക്കുന്നത്. അതാണ് ആണവ വൈദ്യുതി. ആണവ വൈദ്യുതി എന്നത് 2.10%. 2.10%. ഓക്കെ, ഇനി പുതിയതും പുനരുപയോഗ സാധ്യതയുള്ളതുമായ വൈദ്യുതി, ന്യൂ ആൻഡ് റിന്യൂവബിൾ ഇലക്ട്രിസിറ്റി. പുതിയതും പുനരുപയോഗിക്കാൻ പറ്റുന്നതുമായ വൈദ്യുതി എന്ന് പറഞ്ഞാൽ സൗരോർജ്ജം, സൂര്യനിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുക, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുക, അതൊക്കെ ഇതിൽപ്പെടും. അത് 17.30%. ഓക്കെ, അപ്പോൾ പുനരുപയോഗ സാധ്യതയുള്ളതും പുതിയതുമായ വൈദ്യുതിയായിട്ട് കണക്കാക്കുന്നത് അതിൻ്റെ ഉപയോഗം അത് നിലവിലുള്ളത് 17.30%. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ താപവൈദ്യുതിയാണ് കൂടുതൽ, അത് 67%. പിന്നെ ഉള്ളത് ജലവൈദ്യുതി, അത് 13.60%. ആണവ വൈദ്യുതി 2.10%. ആണവ വൈദ്യുതി ന്യൂക്ലിയർ പവർ 2.10%. ഇനി പുതിയതും പുനരുപയോഗ സാധ്യതയുള്ളതുമായ വൈദ്യുതി, ന്യൂ ആൻഡ് റിന്യൂവബിൾ ഇലക്ട്രിസിറ്റി, അത് 17.30%. ഓക്കെ, തെർമൽ പവർ 67%. ഹൈഡ്രോ പവർ 13.60%. ന്യൂക്ലിയർ പവർ 2.10%. ന്യൂ ആൻഡ് റിന്യൂവബിൾ ഇലക്ട്രിസിറ്റി 17.30%. ഓക്കെ, ഇനി അടുത്ത ഹെഡിംഗ് ആണ് വൈദ്യുത മേഖലയിലെ ചില വെല്ലുവിളികൾ. സം ചാലഞ്ചസ് ഇൻ ദി പവർ സെക്ടർ. ഓക്കെ, അപ്പോൾ അടുത്ത ഹെഡിംഗ് ആണ്
വൈദ്യുത മേഖല നേരിടുന്ന ചില വെല്ലുവിളികൾ. സം ചാലഞ്ചസ് ഇൻ ദി പവർ സെക്ടർ. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ഉയർന്ന വളർച്ചാ നിരക്ക് കൈവരിക്കുന്നതിന് ഇന്ത്യയുടെ വൈദ്യുതോർജ ഉൽപ്പാദനത്തിൻ്റെ സ്ഥാപിത ശേഷി പര്യാപ്തമല്ല. ഓക്കെ, ഇന്ത്യാസ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഫോർ പവർ ജനറേഷൻ ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു അച്ചീവ് ഹൈ ഗ്രോത്ത് റേറ്റ്സ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ വളർച്ചാ നിരക്ക് കൂടിക്കൂടി വരികയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടിക്കൂടി വരികയാണ്. ഈ ഉയർന്ന വളർച്ചാ നിരക്ക് കൈവരിക്കുന്നതിന് നമ്മുടെ നിലവിലെ വൈദ്യുതോർജ ഉൽപ്പാദനത്തിൻ്റെ സ്ഥാപിത ശേഷി തികയില്ല, അത് പര്യാപ്തമല്ല എന്നതാണ് ഫസ്റ്റ് പോയിൻ്റ്. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റാണ് ഇന്ത്യയുടെ വൈദ്യുതോർജ സ്ഥാപിത ശേഷി പൂർണ്ണമായ തോതിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. ഇന്ത്യാസ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഈസ് നോട്ട് ബീയിങ് ഫുള്ളി യൂട്ടിലൈസ്ഡ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വൈദ്യുതോർജം ഉൽപ്പാദിപ്പിക്കാനുള്ള നിശ്ചിത അളവ് കപ്പാസിറ്റി ഉണ്ട്. ഈ കപ്പാസിറ്റി തന്നെ അതിനനുസരിച്ച് തന്നെ പൂർണ്ണമായിട്ടുള്ള ഉൽപ്പാദനം ഇന്ത്യയിൽ നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എത്ര കപ്പാസിറ്റി ഉൽപ്പാദിക്കാനുള്ള കഴിവ് എത്രയുണ്ടോ ആ കഴിവ് പൂർണ്ണമായ തോതിൽ ഇന്ത്യയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് രണ്ടാമത്തെ പോയിൻ്റ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പോയിൻ്റാണ് വിതരണ പ്രക്ഷേപണ നഷ്ടം, സബ്സിഡികൾ, വൈദ്യുതി മോഷണം എന്നിവ വളരെ വലുതാണ്. ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ലോസസ്, സബ്സിഡീസ് ആൻഡ് പവർ തെഫ്റ്റ് ആർ ഹ്യൂജ്. എന്ന് പറഞ്ഞാൽ ഈ വൈദ്യുതി വിതരണം ചെയ്യുമ്പോഴും പ്രക്ഷേപണം നടത്തുമ്പോഴും നഷ്ടം ഉണ്ടാവുന്നുണ്ട്. കൂടാതെ വലിയൊരു സബ്സിഡി നൽകുന്നതും വൈദ്യുതി നൽകുന്ന ബോർഡുകൾ ഇതിൻ്റെ നഷ്ടം സഹിക്കേണ്ടി വരുന്നു. വൈദ്യുതി സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുകൾ ഇതിൻ്റെ നഷ്ടം സഹിക്കേണ്ടി വരുന്നു. കൂടാതെ വൈദ്യുതി മോഷണവും നടക്കുന്നത് ഇവിടെ വലിയൊരു നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ വെല്ലുവിളിയായി കണക്കാക്കുന്നത്. ഇനി നാലാമത്തെ വെല്ലുവിളിയായി പറയുന്നത്, അതായത് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുകൾ, സംസ്ഥാന വൈദ്യുതി ബോർഡുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമായി 50,000 കോടി രൂപയിൽ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതായത് 50,000 കോടി രൂപയിൽ കൂടുതൽ നഷ്ടമുണ്ടായതിനാൽ പല സംസ്ഥാന വൈദ്യുതി ബോർഡുകളും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. ഓക്കെ, പല സംസ്ഥാന വൈദ്യുതി ബോർഡുകളും കാര്യക്ഷമമായി പ്രവർത്തിക്കാതിൻ്റെ ഫലമായി 50,000 കോടിയിലധികം നഷ്ടമുണ്ടായതായി പറയുന്നു. സ്റ്റേറ്റ് electricity boards are inefficient, accumulated losses exceeding ₹50,000 crore. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്ന പോയിൻ്റാണ് പതിവായി വൈദ്യുതി മുടക്കം ഉണ്ടാകുന്നു. അഞ്ചാമത്തെ പോയിൻ്റാണ് പതിവായി വൈദ്യുതി മുടക്കം എന്ന് പറഞ്ഞാൽ പവർ കട്ട് ഉണ്ടാകുന്നു. ദർ ആർ ഫ്രീക്വൻറ്റ് പവർ കട്ട്സ്. ഓക്കെ, ഇനി ആറാമത്തെ പോയിൻ്റാണ് താപ വൈദ്യുത നിലയങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് താപ വൈദ്യുത നിലയങ്ങളാണ്, 67%. ഈ താപ വൈദ്യുത നിലയങ്ങൾ പ്രവർത്തിക്കുന്ന കൽക്കരിയിലാണ്. ഈ കൽക്കരിക്ക് ക്ഷാമം നേരിടുന്നു. താപ വൈദ്യുത നിലയങ്ങൾ കൽക്കരി ക്ഷാമം നേരിടുന്നു എന്നുള്ളതാണ് ആറാമത്തെ വെല്ലുവിളിയായി എടുത്തു പറയുന്നത്. ഓക്കെ, തെർമൽ പവർ പ്ലാന്റ്സ് ഫേസ് ഷോർട്ടേജ് ഓഫ് കോൾ. ഓക്കെ, ഇനി അടുത്ത ഏഴാമത്തെ പോയിൻ്റാണ് ആണവ നിലയങ്ങളിൽ യുറേനിയത്തിൻ്റെ കുറവ് നേരിടുന്നു. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഫേസ് ഷോർട്ടേജ് ഓഫ് യുറേനിയം. അതായത് ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ യുറേനിയം ആവശ്യമാണ്. ഈ യുറേനിയത്തിൻ്റെ കുറവ് നേരിടുന്നു എന്നുള്ളതാണ് അടുത്ത വെല്ലുവിളിയായിട്ട് എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വൈദ്യുത മേഖല നേരിടുന്ന വെല്ലുവിളിയായി എടുത്ത് കാണിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഓക്കെ.